നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചതിക്ക് ചതി എന്ന രീതിയിലേക്ക് ആം ആദ്മി പാർട്ടി എങ്ങനെയാണോ കോൺഗ്രസിനെ അള്ളുവെച്ച് കോൺഗ്രസിൻ്റെ ഓരോ മേഖലകളിലേക്കും കടന്നു ചെന്ന് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്, അതേ പദ്ധതി പഞ്ചാബിലും കോൺഗ്രസ് ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ശിരോമണി അകാലിദൾ കോൺഗ്രസ് സഖ്യം 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൻ്റെ ഭാഗം എന്ന രീതിയിൽ തന്നെ മത്സരിക്കും എന്ന് വ്യക്തമാകുന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് പഞ്ചാബിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ആം ആദ്മി പാർട്ടി 92 സീറ്റുകൾ 117 അംഗ അസംബ്ലിയിൽ നേടി മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. എന്നാൽ ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയ കെജ്രിവാളും സംഘവും വാസ്തവത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിഷി മാർലേനെയാണ്. അവർ കൽക്കാജിയിൽ നിന്നും വിജയിക്കുമെന്നവർ ഒട്ടും വിചാരിച്ചതല്ല. കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോറ്റതിന് ശേഷം ഇപ്പോഴിതാ പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലേക്കാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇനി ഡൽഹിയിൽ ഒരിക്കലും ഗ്രിപ്പ് കിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരന്തരം പരാജയമായിരുന്നു ആം ആദ്മിക്കെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതായിരുന്നു ആം ആദ്മിയുടെ ഏക ആശ്വാസം. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വരുന്ന രീതിയിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ സർവ്വ പ്രതീക്ഷകളും മങ്ങി. ഗുജറാത്തിൽ കോൺഗ്രസിനെ അള്ളുവയ്ക്കുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. OICയുടെ മറ്റൊരു വെർഷൻ അതാണ് കെജ്രിവാളിൻ്റെ രീതി. കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലേക്ക് കടന്നുകൂടിയത് പോലും കോൺഗ്രസിനെ അള്ളുവയ്ക്കാൻ തന്നെയായിരുന്നു. കെജ്രിവാൾ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അകത്താകുമ്പോൾ കോൺഗ്രസ്സാണ് അദ്ദേഹത്തിന് ധാർമ്മിക പിന്തുണ കൊടുത്തത്. ഇപ്പോഴിതാ പഞ്ചാബിൽ ആം ആദ്മിയുമായി ഒരു നീക്കുപോക്കിലുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആം ആദ്മി പഞ്ചാബിൽ തകരും എന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണ്. കോൺഗ്രസ് ശിരോമണി അകാലിദൾ സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. വോട്ട് ഷെയർ തന്നെ വളരെ വ്യക്തമാണ്. ശിരോമണി അകാലിദളിൻ്റെ വോട്ട് ഷെയറും കോൺഗ്രസും കൂടി ഒന്നിച്ചു നിന്നാൽ മുന്നേറാൻ കഴിയുന്ന അവസ്ഥയാണ്. ശിരോമണി അകാലിദൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 40 മുതൽ 50 സീറ്റുകൾ വരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അവർ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് അത്രയും സീറ്റുകളിൽ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറാണ് എന്ന പരസ്യമായ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ശിരോമണി അകാലിദൾ BJPയുമായി തെറ്റിപ്പിരിഞ്ഞത്. അന്നു മുതലേ BJP ശിരോമണി അകാലിദളിലെ പല നേതാക്കളെയും ചാക്കട്ടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിധിവരെ ബാദൽ കുടുംബം തടഞ്ഞുകൊണ്ടുവരുന്നു. ഏറ്റവും കൂടുതൽ ബാദൽ കുടുംബത്തെ കടന്നാക്രമിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണെങ്കിലും BJP ചെയ്തതുപോലെ കാട്ടുചതിയൊന്നും ചെയ്തിട്ടില്ല. BJP വലിയ രീതിയിലുള്ള ചതിക്കുഴികളാണ് സഖ്യകക്ഷികൾക്ക് വേണ്ടി ഏത് സംസ്ഥാനത്തായിരുന്നാലും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വെട്ടിയിട്ടുള്ളത്. അതിൽ സ്വയം വന്ന് വീഴാൻ പോകുന്നു. BJPക്ക് പഞ്ചാബിൽ ഇനി വളർച്ചയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് ആം ആദ്മിയുമായുള്ള സഖ്യം വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി ശിരോമണി അകാലിദളുമായി സഖ്യം ചേരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നവജോത് സിംഗ് സിദ്ധുവും അതുപോലെ തന്നെ ചരൺജിത് സിംഗ് ചന്നിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരുകടന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ചരൺജിത് സിംഗ് ചന്നി ഇപ്പോൾ നിയമസഭയിൽ അല്ല, ലോക്സഭയിലാണ്. സിദ്ധുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. കോൺഗ്രസിൽ പടലപ്പിണക്കമില്ലെങ്കിൽ അധികാരത്തിലേക്ക് 2017 തന്നെ തിരിച്ചു വരാൻ കഴിയും. ക്യാപ്റ്റൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അമരീന്ദർ സിംഗ് എന്നോ അല്ല കോൺഗ്രസിൻ്റെ അന്തിമ വാക്ക് എന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി പഞ്ചാബ് കോൺഗ്രസിനുണ്ട്.